കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ നോമ്പ് ആചരിക്കുന്ന നാം എന്തിനു വേണ്ടി നോമ്പ് നോക്കണം, എങ്ങനെ നോക്കണം, എപ്പോൾ നോക്കണം, നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെല്ലാം, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ജഡമോഹങ്ങളെ കീഴടക്കി ആത്മാവിനെ ബലപ്പെടുത്തി ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ച് സാത്താനെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധമാണ് നോയമ്പ്. തിരുവചനത്തിലൂടെ നമ്മൾ നോമ്പിനെ നോക്കിക്കഴിഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 58 പഠിച്ചാൽ നോമ്പ് എന്താണെന്നും ഉപവാസം എന്താണെന്നുമുള്ളതിൻ്റെ അടിസ്ഥാനത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോമ്പിന് 2 ചിറകുകളാണ്, പ്രാർത്ഥനയും ഉപവാസവും. ഇവ രണ്ടും നമുക്ക് പ്രത്യേകമായി നോമ്പിൽ ഉണ്ടായിരിക്കണം. അതിന് ഉദാഹരണമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മോശ 40 പകലും 40 രാവും നോമ്പ് നോറ്റു. ഏലിയാവും ഇയ്യോബും നോമ്പ് നോറ്റിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും 40 രാവും 40 പകലും നോമ്പ് നോറ്റു. എന്നാൽ കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം വിശ്വാസത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, എൻകറേജിങ് ഈച്ച് അതർ ഇൻ ഫെയ്ത്ത്. അതിനാധാരമായ ദൈവവചനം വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യമാണ്. ഫസ്റ്റ് തെസ്സലോനിക്കർ ചാപ്റ്റർ 5 വേഴ്സസ് 11. ആകയാൽ നിങ്ങൾ ചെയ്തു പോരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവേൻ. അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് എല്ലാ വിശ്വാസികളുടെയും കടമയാണ്. കർത്താവിൻ്റെ വരവ് അടുക്കും തോറും അധികം സൽപ്രവൃത്തികൾക്ക് വേണ്ടി ആത്മീയ വർധന വരുത്തി പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് വന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അത് എപ്രകാരമെന്ന് 1 തെസ്സലോനിക്കർ 5:14 മുതൽ 18 വരെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എഫേസ്യർ 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിനും ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അന്യോന്യം സമാധാനം ഉണ്ടായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായി പോരാടണം, അന്യോന്യം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എഫേസ്യർ 5:15 മുതൽ 17 വരെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യോസ് സഭയോട് പറയുകയാണ്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്തരം നടപ്പാൻ നോക്കുവേൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവേൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് കൊള്ളുവേൻ. പ്രിയരെ, ഈ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ശലോമോനെ അനുഗ്രഹിച്ചതുപോലെ ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകി യഹോവ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ആകയാൽ നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നാം എപ്രകാരം മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്നവരായി തീരണമെന്നും, ഇത് ദുഷ്കാലമാകിയാൽ സമയം പാഴാക്കാതെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും സജീവ ബലികളായി ആത്മാവാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം. എഫേസ്യർ 5:19 മുതൽ 20 വരെ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നത് പോലെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവേൻ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പച്ച ഈ വചനം കേട്ട എല്ലാ മക്കളെയും അപ്പച്ചനെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും അനുഗ്രഹത്തിനായി തീരണമേ പിതാവേ. അപ്പച്ച ഞങ്ങളാൽ ഒന്നിനും കഴിവില്ല, പ്രാപ്തിയില്ല. ഞങ്ങളെ ബലഹീനരായ ഞങ്ങളെ നീ ബലത്തോടെ നടത്തുന്നതിനാകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അപ്പച്ചൻ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും കോടി നന്ദി പിതാവേ. എപ്പോഴും നിന്നെ സ്തുതിപ്പാനും എപ്പോഴും നിന്നെ ആരാധിപ്പാനുള്ള കൃപ തന്ന് ഞങ്ങളായിരിക്കുന്ന ആശയം അപ്പച്ചൻ അനുഗ്രഹത്തോടെ കാക്കണമേ. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അപ്പച്ചൻ്റെ നാവ് മഹത്തിനായി തീരാനോട് ഇടപെടണമേ. ഞാനോ കുറയണം, നീയോ വളരണം എന്നുള്ള ഉദ്ദേശത്തിൽ വളരുവാൻ പിതാവേ ഞങ്ങൾക്ക് നടക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തിയും ബുദ്ധിയും ജ്ഞാനവും തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും അനുഗ്രഹത്തിനായി തീർക്കണമേ. യേശു നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.